കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ കുചേലദിനല്ലേ. വളരെ സന്തോഷവാനായ ആ കുചേലനും ആ ഉണ്ണിക്കണ്ണനും ഒക്കെ ആയിട്ടിങ്ങനെ വളരെ സന്തോഷത്തിലാണെന്നിപ്പോൾ. എത്രയോ ഭക്തർ വിൽപ്പൊതി കൊടന്ന് കാഴ്ചവെച്ചു, അവരനുഗ്രഹം വാങ്ങിപ്പോയി. വളരെ വളരെ മനോഹരമായ ആ ഒരു കാലമാണ്. അപ്പോൾ ഇന്നിപ്പോൾ മഞ്ജുളാലിൻ്റെ അവിടെയാണെങ്കിലോ പഴയ കുചേലനെ കാണാതെ ആയിട്ട് കുറേ കാലമായിരുന്നു. ഇനിയിപ്പോൾ പുതിയ കുചേലൻ ഇന്നിപ്പോൾ അവിടെ രൂപം പ്രാപിച്ചു. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കൊടയും വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന, അവിൽപ്പൊതിയൊക്കെ ആയിട്ട് കിഴിയൊക്കെ ആയിട്ട് നിൽക്കുന്ന കുചേലനാണ് കാണാനുള്ളത്. അതും വളരെ ഒരു നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച. അതായത് അമ്പലത്തിലെ ഗുരുവായൂരപ്പനെ കണ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പോകുന്ന കുചേലൻ്റെ ആ ഒരു കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഞ്ജുളാലും ഒക്കെ നന്നായിട്ടുള്ള ആ ഒരു കാഴ്ചയായി. അപ്പോൾ എന്തായാലും നമ്മൾ മഞ്ജുളാലിനെ വന്ന് പ്രദക്ഷിണം ചെയ്ത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തി ഗണേശനെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ അതിൻ്റെ നടുക്കുള്ള ആ വലിയ ബലിക്കല്ലും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറി ഇടതേ വശത്തേക്ക് നോക്കി മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കിടാവിളക്കൊക്കെ കണ്ട് തൊഴുതു. വലതേ വശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ സ്മരിച്ചു. അങ്ങനെ വന്ന് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കാണാനുള്ളത് എന്താ വെച്ചാൽ ചെറിയൊരു പാമ്പിനെ കാണാണ്ട്. പാമ്പ് ഇന്ന് കാളിയമർദ്ദനാണ് കേട്ടോ. പാമ്പ് ഇങ്ങനെ പത്തി വിരിച്ചിങ്ങനെ നിൽക്കണു. അതിൻ്റെ മുകളിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാണ്ട് നിൽക്കുകയാണ്. 2 കാൽപാദങ്ങളും കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഇതുണ്ട്, ചെറിയ ഉണ്ണിയാണ്. അങ്ങനെ നോക്കിയാൽ അരയിൽ അരമണി ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, അങ്ങനെ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്. ഒരു കയ്യിൽ ഇടത്തെ കയ്യിൽ കാളിയം പാമ്പിൻ്റെ വാലുണ്ട്, വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അങ്ങനെ കാണുന്നു. അങ്ങനെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഗോപി തിലകം വെച്ചിട്ടുണ്ട്. മുഖത്ത് നല്ല സന്തോഷം, നിറഞ്ഞ സന്തോഷം. എന്താ വെച്ചാൽ തൻ്റെ സതീർത്ഥ്യൻ വന്ന ദിവസമല്ലേ. അപ്പോൾ കണ്ട ആ ഒരു കാഴ്ചയിലാണ് ഇരിക്കണത്. സതീർത്ഥ്യനായ സുധാമാവ് ഇങ്ങനെ വന്നിട്ട് എല്ലാം മറന്നിട്ട് 2 പേരും കൂടി ഒന്നായ ഒരു സമയം, ആ ഒരു സമയത്തിൻ്റെ സ്മരണയിലാണെന്നിപ്പോൾ കുചേല ദിനത്തിൻ്റെ. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാഴ്ചയായിട്ട് നല്ല സന്തോഷത്തിലാണ്. ഇവിടെയാണെങ്കിലോ കാളിയമർദ്ദൻ രൂപത്തിലും. അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ ഒരു പീലി ഉണ്ട്, കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ പീലി ഇങ്ങനെ നല്ല രസമായിട്ടുണ്ട്. പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടി മാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയും തെച്ചിയും തുളസിയായിട്ടുള്ളത്. പിന്നെ അതേപോലെ ഉണ്ടമാലകൾ 2 ഉണ്ട്. അത് എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി 1, പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ള 1. പിന്നെ മുകളിൽ വിധാനമായിട്ട് 2-4 ഉണ്ടമാലകളുണ്ട് തുളസിയായിട്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച. ചെറിയ ഉണ്ണിയാണ്. അപ്പോൾ ചെറിയൊരു പാമ്പും ചെറിയൊരു ഉണ്ണി. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകാമെന്നിങ്ങനെ വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് തൊഴുതോളൂ കേട്ടോ ഭഗവാനെ. അത് കഴിഞ്ഞ് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയും ഒക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക, പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം.
അങ്ങനെ അതിനുശേഷം വാമൻ രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതും കണ്ട് തൊഴുത് പിന്നെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമി എടുത്തു വരിക. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ വന്ന് കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണനെയും കാളിയമർദ്ദന രൂപയും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് കൊടിമരം നോക്കി തൊഴാം. പിന്നീട് അവിടുത്തെ നൃത്താറയും മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയെ കണ്ട് തൊഴാം. ഭഗവതിയുടെ അവിടെ ഒന്ന് കണ്ട് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടും നമുക്ക്. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ആ കാളിയമർദ്ദന രൂപിയെ കാണാം. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് എന്നിട്ട് തൊഴുക, നമസ്കാരം ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ കൂത്തമ്പലത്തിൽ വരുമ്പോൾ കൂത്ത് നടക്കേണ്ട അങ്കുലിയാങ്കം കൂത്ത്, രാമകഥ ശ്രവണം അത് കണ്ട് അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. അപ്പോൾ കാളിയമർദ്ദന രൂപിയെ കാണാം. അങ്ങനെ പൂന്താനം തിരുമേനിയുടെ പൂശ വിഗ്രഹമുള്ള കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അവിടെ വന്ന് വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാനെ കണ്ട് തൊഴുത് തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ എല്ലാവരും കണ്ടു തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.